ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് റിവീലിംഗ് അല്ല, എൻ്റെ ആർട്ട് ബുക്കിൽ ഞാൻ എന്തൊക്കെ പടങ്ങൾ വരച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഇതാണ് എൻ്റെ ആർട്ട് ബുക്ക്. ഗൈസ് സോറി, പെട്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓഡിയോ കട്ടായിപ്പോയി, അതുകൊണ്ടാണ് അവിടെ കട്ടായി പോയത്. സോറി. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സ്കെച്ച് പാഡിൽ 40 ഷീറ്റ്സ് ഉണ്ടെന്നാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ നല്ലൊരു ഫ്രണ്ട് കവറൊക്കെ വെച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഹനുമാൻ സ്വാമിയുടെ പടമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. പിന്നെ ശ്രീരാമസ്വാമിയുടെ പടമാണ് വരച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള വോൾക്കാനോയുടെ പടമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. പിന്നെ ഇതൊരു സ്പ്രിംഗ് ട്രീ ഹൗസ്. ഇത് വരയ്ക്കുമ്പോൾ സ്പ്രിംഗ് സീസണായിരുന്നു, അപ്പോൾ ആ ഒരു തീമിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ബ്ലൂവും ഗ്രീനും ഒക്കെ എൻ്റെ ഫേവറേറ്റ് കളറാണ്, അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലൂ കളറിലുള്ള ഫ്ലവർ വേസ് വരയ്ക്കുന്നത്. പിന്നെ ലീവ്സ് വരയ്ക്കുമ്പോൾ നല്ല ഗ്രീൻ കളറിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്, ഞാൻ ക്രിയേറ്റീവായിട്ട് വരച്ചൊരു പടമാണ് കേട്ടോ. പിന്നെ വരുന്നത് ജിംബ്രോയുടെ പടമാണ്. ജിംബ്രോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ടെഡി ബിയറാണ്. ഞാനിപ്പോൾ അവനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേട്ടെ, ആളെത്തിയല്ലോ. അപ്പോൾ ഇവന് ഞാൻ ജിംബ്രോ എന്ന് പേരിടാൻ കാരണം ഇവൻ ജിമ്മിൽ പോകും, പക്ഷെ കാണുമ്പോൾ അതുപോലെ തോന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ ജിംബ്രോ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന്. പിന്നെ വരച്ചതൊരു പൈനാപ്പിൾ ട്രീ ഹൗസാണ്. ഇത് ഞാൻ ഒരിടത്തുനിന്ന് റെഫറൻസ് പിക്കൊന്നും കിട്ടിയിട്ടില്ല, ചുമ്മാ ഇങ്ങനെ വരച്ചാണ് ഇരുന്നപ്പം. പിന്നെ ഇതൊരു ടുലിപ്സിൻ്റെ പിന്നെ ഒരു ബേസിക് ഫ്ലവറിൻ്റെയും പിക്ചറാണ്. എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ചിലപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും. പിന്നെ ഇതൊരു ട്രീ ആണ്, ഇതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പുറകിൽ ഞാനൊരു പടം വരച്ചു, ഡോണ്ട് വേസ്റ്റ് പേപ്പേഴ്സ് എന്നാണല്ലോ. അപ്പോൾ ഇതൊരു ബേർഡും അതിൻ്റെ ബേർഡ് ഫീഡറുമാണ്. അപ്പോൾ പക്ഷികളൊക്കെ കഴിക്കുന്ന ഫുഡ് എങ്ങനെ ഇരിക്കുന്നത്, ലൈക്ക് അത് എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് വെച്ചിട്ട് അത് ആക്കി, അതുകൊണ്ടാണ് ചാർക്കോൾ പോലെ ഇരിക്കുന്നത്, അത് കരി പോലെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ വരുന്നത് ഇവിടെ ഒരു സെൻറ്റ് പാട്രിക്സ് ഡേ തീംഡ് ആയിട്ടുള്ളൊരു കേക്ക് പോപ്പാണ്. പിന്നെ നിങ്ങൾക്ക് സെൻറ്റ് പാട്രിക്സ് ഡേ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് പോയി കാണുക കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ പേര് ഒന്നുകൂടെ പറയാം, കോസി ക്രാഫ്റ്റ്സ് വിത്ത് നീരു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനൊരു സീരീസ് തുടങ്ങിയായിരുന്നു. 4 ഡേയ്സിൽ നമ്മുടെ ഒരു ഇയറിലുള്ള 4 സീസൺസ് തീംഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് വരയ്ക്കും. ഇതിപ്പോൾ തന്നെ സ്പ്രിംഗ് ആണ്. ഇവിടെ ചെറി ബ്ലോസംസ് വരച്ചിട്ടുണ്ട്. പിന്നെ ആ റെഡ് കളർ ഫ്ലവറിൻ്റെ പേര് എനിക്കറിയായിരുന്നു, ഞാനിപ്പോൾ മറന്നുപോയി കേട്ടോ. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പേര് പറയാം. പിന്നെ സൺഫ്ലവേഴ്സിൻ്റെ പടം വരച്ചിട്ടുണ്ട്. സൺഫ്ലവർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ടുലിപ്സിൻ്റെ പടം വരച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്പ്രിംഗ് സീസണിലാണല്ലോ ഈസ്റ്റർ വരുന്നത്, അതിൻ്റെ ഒരു ഈസ്റ്റർ എഗ്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ബാസ്ക്കറ്റ്. പിന്നെ സമ്മർ സീസൺ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ സൂര്യൻ ഇങ്ങനെ തിളച്ച് നിൽക്കുവാണ്. ആളൊരു സൺഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ ചില്ലായിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഗ്ലാസ് ഓഫ് ലെമനേഡ്, കോക്കനട്ട് വാട്ടർ, പിന്നെ ഒരു ബൈറ്റ് എടുത്ത വാട്ടർമെലൺ. വാട്ടർമെലനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാട്ടർമെലൻ ഇഷ്ടമില്ല ആരല്ലേ ഉള്ളത്. അപ്പോൾ അതൊക്കെ വരച്ചു. പിന്നെ നമുക്കിനി 2 സീസൺസ് കൂടെ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ സീസണാണ്, ഓട്ടം. അപ്പോൾ ഓട്ടം സീസണിൽ ഇവിടെ സിനമൺ ടീയോ ഹോട്ട് ചോക്ലേറ്റോ, സിനമൺ വെച്ചിട്ട് ഈ ഓട്ടം സീസണിൽ ഇവരെന്തൊക്കെ കഴിക്കും. അപ്പോൾ കുറച്ച് ഓട്ടം തീംഡ് ലീവ്സ്, ഒരു ഏക്കോൺ, പിന്നെ ഒരു പക്ഷി ഒരു ഹാറ്റൊക്കെ വെച്ചിട്ട് ഒരു സ്കാർഫ് പോലെ വെച്ചിട്ടൊരു നല്ല ഭംഗിയുള്ളൊരു പക്ഷി, ഒരു ഓട്ടം തീംഡ് പക്ഷി. പിന്നെ ഒരു മരത്തിൻ്റെ ഒരു ഭാഗം പോലെ വരച്ചിട്ടുണ്ട്. അതിൽ ഓട്ടം സീസണിൽ വരുന്ന മരത്തിൽ വരുന്ന പോലത്തെ ലീവ്സും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഡേ സീരീസ് വിൻ്റർ, വലിയൊരു സ്നോഫ്ലേക്കാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് സ്നോഫ്ലേക്ക് ഒന്നും പോലെ തോന്നണമെന്നില്ല, കാരണം ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. പിന്നെ നമുക്ക് ഇടയ്ക്ക് ക്രിസ്മസിന് ചില ഗിഫ്റ്റുകളൊക്കെ കിട്ടത്തില്ലേ, അപ്പോൾ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. പിന്നെ വരുന്നത് കൃഷ്ണൻ്റെ ഒരു പടമാണ്. ഒരു ഓടക്കുഴലിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പേപ്പറിന് ഹാഫായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിലെ കൃഷ്ണൻ, വേറൊരു സൈഡിൽ ഒരു മയിൽപ്പീലിയും പിന്നെ ശംഖുവാണ്. പിന്നെ വരുന്നത് ഒരു സൺഫ്ലവറാണ്. ഈ സൺഫ്ലവറിനെ 2 സൈഡായിട്ട് ഞാൻ ഹാഫ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഈ സൺഫ്ലവറിന് ചെറിയൊരു വലിയ ഭംഗിയൊന്നും ഇല്ലാതെയാണ് വരച്ചിട്ടുള്ളത്, എപ്പോഴും ഭംഗിയുണ്ട്. എന്നിട്ട് വേറൊരു സൈഡിൽ കുറച്ചുകൂടെ ഡ്രോയിങ് എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ട് ഷെയ്ഡിങ് ഒക്കെ ചെയ്തിട്ട്, പിന്നെ ഈ ഒരു ഡ്രോയിങ് ഞാൻ സ്പേസിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു UFO, പിന്നെ സ്പേസിലുള്ള കുറച്ച് കാര്യങ്ങളും പ്ലാനറ്റ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡ്യൂഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്റ്റിക്കേഴ്സോട് ഞാൻ ഈ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സീനറിയാണ്. ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാനോ വരച്ച് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കളർ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ പേജിലും ഇതേ സെയിം പടം ഞാൻ കോപ്പി അടിച്ച് കുറച്ചുകൂടെ ഭംഗിയിൽ വരച്ചെടുത്താണ്. ഇതും ഞാൻ ചിലപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. 2 പടവും ഞാൻ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ
അവിടെ അപ്പുറത്തെ പേജല്ല, ഈ പേജിൽ തന്നെ ഉണ്ട്. ഇവിടെ ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമി ഈ രാമെന്ന് ഹിന്ദിയിൽ എഴുതുന്ന ആ ഒരൊറ്റ വാക്ക് വെച്ചിട്ട് ഹനുമാൻ സ്വാമിയുടെ ഒരു പടം, ഒരു ഫേസ് ഇതാ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൃഷ്ണനും രാധയുടെയും പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്. അപ്പോൾ ഈ കൃഷ്ണൻ്റെയും രാധയുടെയും ജ്വല്ലറി വരച്ചത് ഞാനൊരു എൻ്റേതായ കുറച്ച് എഫക്ട്സ് ഒക്കെ വെച്ചിട്ടാണ്. പ്രത്യേകിച്ച് എഫക്ട്സ് ഒന്നും ഇല്ല, കുറച്ച് ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പടം, കൃഷ്ണനെ രാധ. സോറി ഗൈസ്, വീണ്ടും ഓഡിയോ കട്ടായിപ്പോയി. കൃഷ്ണൻ്റെ രാധനെ പടം എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നാണ് ഞാൻ പറയാൻ വന്നത്. പിന്നെ ഇവിടെ ശ്രീരാമസ്വാമിയുടെ ഒരു പടം വരച്ചു. അത് ലാസ്റ്റ് പേജാണ് നമ്മുടെ ഡ്രോയിങ് ബുക്കിൽ. പിന്നെ വരുന്നത് നമുക്ക് കൃഷ്ണനാണ്. കൃഷ്ണൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനൊരു നല്ല പടം വരച്ചെടുത്തിട്ടുണ്ട്. കുറേ ഷെയ്ഡിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു A4 ഷീറ്റ് 40 ഷീറ്റ്സ് വെച്ചിട്ടുള്ള ഈ ഒരു A4 സ്കെച്ച് പാഡ് ഇവിടെ തീർന്നിരിക്കുന്നു. പിന്നെ ഇത് ഞാൻ ഈയിടെ വരച്ച പടമാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ഡ്രോയിങ്ങും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത്. പിന്നെ ഇതുപോലെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെയും നിറ്റിങ്ങിൻ്റെയും ഒക്കെ ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. കോസി ക്രാഫ്റ്റ്സ് വിത്ത് നീരു എന്നാണ് വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വീണ്ടും ഒരു റിമൈൻഡർ, ചാനൽ സബ്സ്ക്രൈബ്, വീഡിയോ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.